നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പോ ചികിത്സയ്ക്ക് തക്ക ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലച്ചുവിന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടി തുടങ്ങിയല്ലേ മുത്തശ്ശ? അതെ, പൂർണ്ണമായിട്ടല്ല, ഭാഗ്യമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ലച്ചുവിന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒന്നും വ്യക്തമായി ഓർക്കാൻ അവൾക്കാവുന്നില്ല. അപ്പോ ലച്ചുവിന് പഴയ ഓർമ്മകൾ പൂർണ്ണമായും വ്യക്തതയോടെ ഓർത്തെടുക്കാൻ പറ്റില്ലേ? പറ്റും. ഇപ്പോ ചികിത്സ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് തുടരണം. പഴയ ഓർമ്മകൾ പൂർണ്ണമായും തിരിച്ചു കിട്ടാൻ കാലതാമസമെടുക്കും. ലച്ചുവിന് പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടണമെങ്കിൽ അവളുടെ പഴയകാല ഓർമ്മകളുമായി ബന്ധപ്പെട്ട് അവളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ അവിചാരിതമായി ലച്ചു കാണണം. അങ്ങനെ സംഭവിച്ചാൽ അത് ലച്ചുവിന്റെ മനസ്സിൽ മറഞ്ഞെടുക്കുന്ന ഓർമ്മകളെ പെട്ടെന്ന് ഉണർത്തിയെടുത്തുന്നിരിക്കും. എന്നാ അങ്ങനെ പെട്ടെന്ന് ലച്ചുവിന് ഓർമ്മ തിരിച്ചു കിട്ടുന്നതല്ലേ നല്ലത്? അത് ശരിയാ. പക്ഷേ ലച്ചുവിന്റെ മുൻപെയുള്ള ജീവിതത്തില് അങ്ങനെ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി അതാരാ? ആളെ എങ്ങനെ കണ്ടെത്താനാ? അതിന് എനിക്ക് സാധിക്കും. എങ്ങനെയും ലച്ചുവിന് പെട്ടെന്ന് ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അതിന് ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. സ്വാതി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സഞ്ജു ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. സ്വാതി എവിടേക്ക് പോവാ? എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. തിരുമേനി പറഞ്ഞ ആ ആളുമായിട്ട് ഞാൻ തിരിച്ചു വരും. സ്വാതി എവിടേക്കാ? എന്താന്ന് പറയേ, ഞാനും കൂടി വരാന്ന്. വേണ്ട, ഇതിന് ഞാൻ ഒറ്റയ്ക്കാ നല്ലത്. നമുക്ക് ലച്ചുവിനെ രക്ഷിക്കണം. ഞാൻ പോയിട്ട് വരാം. സ്വാതി ഇത് എവിടേക്കാ? ഞാൻ ഒപ്പം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പോ ലച്ചുവിന്റെ പഴയകാല ജീവിതത്തിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാ? ആരെയാ സ്വാതി കൊണ്ടുവരാൻ പോയത്? വരട്ടെ, നോക്കാം. ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞതല്ലേ ഇതല്ല എന്റെ ഭർത്താവെന്ന്. എന്റെ ഭർത്താവ് ദാ എന്റെ കൺമുന്നിൽ തന്നെ നിൽപ്പുണ്ട്.
മനുഷ്യന്റെ ഭാര്യയായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമ്പോഴാ ഒരാൾ കേറി വന്ന് ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് സഞ്ജുവേട്ടൻ ഇതൊക്കെ എങ്ങനെ കണ്ടും കേട്ടും നിൽക്കുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം, പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണെന്ന്. ഓ, എന്തിനാണ് നിങ്ങൾ എല്ലാരും കൂടി എന്റെ താലി എങ്ങനെ സംശയിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ താലി കെട്ടിയത് ഞാനായതുകൊണ്ട്. നിങ്ങളെ പ്രസവിച്ച അമ്മയെ സത്യം ചെയ്ത് പറയാമോ ഈ താലി നിങ്ങളാ എന്റെ കഴുത്തിൽ കെട്ടിയതെന്ന്? എന്റെ ഭർത്താവ് പോലും എന്നെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളൊരാണാണെങ്കിൽ, അഭിമാനിയായ ഒരു അമ്മയുടെ മകനാണെങ്കിൽ ആ അമ്മയെ പിടിച്ച് സത്യം ചെയ്, നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന്. പറയടോ, പെരുവണ്ണാപുരത്തെ അമ്മയുടെ മുന്നിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങളാണോ? നിങ്ങളത് പറഞ്ഞ ഞാനത് സത്യമല്ലെന്ന് തെളിയിക്കും. നിങ്ങളെ ഞാൻ പെരുവണ്ണാപുരത്ത് കൊണ്ടുപോകും. പെരുവണ്ണാപുരത്ത് അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. നിങ്ങളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്കത് ആരെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും എന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നെ സംശയമുണ്ടായിട്ടല്ലേ നിങ്ങൾ പലതവണ വന്നിട്ടും ഈ മനുഷ്യൻ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നത്? എടോ, എന്നാണ് താൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? പറയടോ, എടോ പറയാൻ. എന്റെ ജീവിതം തകർക്കാൻ ആരോ പണം തന്ന് നിന്നെ അയച്ചതല്ലേ? ഇനി എന്റെ മുഖത്ത് നോക്കി പറ, നിങ്ങൾ എന്റെ ഭർത്താവാണോ? ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാ എന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.